എന്തിനാ സുഹൃത്തെ ഈ വെയിലത്ത് വെറുതെ എസിയും ഫാനും ഒക്കെ വെച്ച് കറണ്ട് ബില്ല് കൂട്ടുന്നത്? നമ്മുടെ സേവാഭാരതിയുടെ പുതിയ ഹൈടെക് വീട് കണ്ടില്ലേ? ശാസ്ത്രലോകത്തെ തന്നെ ഞെട്ടിച്ചുകളഞ്ഞ വെളിപ്പെടുത്തലുകളാണ് ഓരോന്നായി പുറത്തുവരുന്നത്. ആദ്യം തന്നെ ഗൃഹപ്രവേശത്തിന്റെ കാര്യം നോക്കാം. പണ്ടത്തെ പോലെ പാലുകാച്ചലൊന്നും ഇപ്പോഴില്ല. ചാണകം മെഴുകിയ തറയിൽ ഒരു കുക്കറിൽ വെള്ളം വെച്ച് ആവി പറത്തുന്നതാണത്രേ പുതിയ ട്രെൻഡ്. കുക്കർ പടക്കം പോലെ പൊട്ടിത്തെറിക്കുമോ എന്നൊന്നും ചോദിക്കരുത്. ആ ശബ്ദതരംഗങ്ങളിൽ പോസിറ്റീവ് എനർജി ഉണ്ടെന്നാണ് വൈബ്. ഇനി തണുപ്പിന്റെ കാര്യം. സിറ്റൗട്ടിൽ വെറുമൊരു ഉള്ളി കെട്ടിത്തൂക്കിയാൽ മതിയത്രേ. പിന്നെ വീട്ടിലെ എസിയും വേണ്ട, ഫാനും വേണ്ട. ചൂടെടുക്കുമ്പോൾ ഈ ഉള്ളിയിലൊന്ന് തൊട്ടാൽ മതിയാകുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇത്രയും കാലം കറണ്ട് ബില്ല് കൊടുത്ത് നമ്മളൊക്കെ എന്ത് പാവങ്ങളല്ലേ. അതുമാത്രമല്ല, ഈ വീടിന് ജനലുകളോ വാതിലുകളോ ഒന്നുമില്ല. പുറത്തുള്ളവർ അകത്തേക്ക് നോക്കണ്ട, അകത്തുള്ളവർ പുറത്തേക്ക് നോക്കണ്ട. ശരിക്കും ഒരു അടഞ്ഞ അധ്യായം. എന്നിട്ടും പറയുകയാണ് അറിഞ്ഞിട്ട് വിമർശിക്കൂ എന്ന്. ഈ ഉള്ളി കഴിച്ച് തലയ്ക്കോളം വന്നതാണോ എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗ് 51 വീട് കൊടുത്തപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിൽ 1000 വീട് കൊടുത്തു, കേരളം മുഴുവൻ വീട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വോയിസ് റെക്കോർഡ് ഇറക്കുന്ന സംഘി ലോജിക് ഉണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. ഇതിലും വലിയ തള്ളുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഉള്ളി ടെക്നോളജി സിന്ദാബാദ്.